അങ്ങനെ നമ്മൾ മനസ്സിലായ ഒരു പ്രോബ്ലം ആയിരുന്നു ഈ ഓർഡർ എടുക്കുന്നത്, ഈ ഓർഡറിൻ്റെ വിസിബിലിറ്റി. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ റീറ്റെയിലാണെങ്കിൽ ഇപ്പോൾ ഒരു റീറ്റെയിൽ ഉണ്ടാവും, C&F ഉണ്ടാവും, ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, മാനുഫാക്ചേഴ്സ് ഉണ്ടാവും. അപ്പം ഈ റീറ്റെയിലർ അടുത്ത് നിന്ന് ഇപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെലിവറി ആയി കഴിഞ്ഞാൽ, പോയി കഴിഞ്ഞാൽ അത് ശരിക്കും മാനുഫാക്ചർക്ക് അറിയണം ഇത് എത്ര സ്റ്റോക്ക് കുറഞ്ഞു എന്നുള്ള ആ ഒരു വിസിബിലിറ്റി വേണം. അപ്പോൾ അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ത്രഷോൾഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ പോകണം. ഇപ്പോൾ ഒരു 100 സ്റ്റോക്ക് കീപ്പ് ചെയ്ത് കൊടുത്ത് ഒരു 50 ബിലോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓർഡർ പ്ലേസ് ആവും, അല്ലെങ്കിൽ ഇവർ ഓർഡർ സ്റ്റോക്ക് കുറവാണ്, ആ രീതിയിലുള്ളൊരു സിസ്റ്റം. സപ്ലൈ ചെയിൻ അന്ന് നമുക്ക് സപ്ലൈ ചെയിൻ എന്താ അറിയില്ല, പക്ഷേ ബേസിക്കലി നമ്മളൊരു ഓർഡർ ടേക്കിംഗ് സിസ്റ്റം എന്നുള്ള തോട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം ഒരാള് ഇപ്പം ഈ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് അവർ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിങ് ഡയറക്റ്റ്ലി ഇവർക്ക് ഹോൾസെയിലേഴ്സിന് അത് അറിയാൻ പറ്റും. ആ ഹോൾസെയിലേഴ്സിൻ്റെ സ്റ്റോക്ക് അപ്ഡേറ്റ്സ് മാനുഫാക്ചേഴ്സിന് അറിയാം. അപ്പം ഞങ്ങളൊരു വിഷൻ, ഒരു തോട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഓർഡേഴ്സ് എടുക്കുന്നത് ശരിക്കും ഈ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന് റിപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളൊരു ഫസ്റ്റ് തോട്ട് ഉണ്ടായിരുന്നു. അതായത് ഹോൾസെയിലർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, റീറ്റെയിലർ എടുത്ത് വന്നിട്ട് ഓർഡർ എടുക്കലാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ സോഫ്റ്റ്വെയർ ആകുമ്പോൾ ഈ ഇത് ഓട്ടോമേറ്റ് ആയിട്ട് പോവും. പക്ഷെ അതിൽ വേറെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പണി ഓർഡർ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, പേയ്മെന്റ് കളക്ട് ചെയ്യുക എന്നുള്ളത് കൂടി വലിയ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ക്രെഡിറ്റ് ലൈൻസ് ഉണ്ടാവും, അതെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് അവര് തമ്മിലുള്ള റിലേഷൻ സമയത്ത് കിട്ടൂലെന്ന് ബിസിനസ് പോണത്. പിന്നെ അതേപോലെ തന്നെ അവര് ഇപ്പം ഈ റീറ്റെയിലേഴ്സിനാണെങ്കിലും അവരെ കൺവിൻസ് ചെയ്യണം പ്രൊഡക്റ്റ്. അപ്പൊ അതും ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ഒരു ഇത്. ഈ C&F പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, എന്തായാലും ക്യാരി ആൻഡ് ഫോർവേഡ്. ഇപ്പോൾ എറണാകുളത്ത് ഒരു C&F ഉണ്ടെങ്കിൽ അവരാണ് ആക്ച്വലി സ്റ്റോക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനീൻ്റെ പ്രൊഡക്ട്സ് ഇവർ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് ഇവരെടുത്ത് നിന്ന് ഒരു ചെറിയൊരു കമ്മീഷൻ, ഒരു മാർജിനിൽ റീറ്റെയിലേഴ്സിന് കൊടുക്കും. അപ്പം ബേസിക്കലി ഡിസ്ട്രിബ്യൂട്ടർ പോലത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നും കൂടി നമ്മളൊരു മാർക്കറ്റിംഗ് ഇൻവോൾവ്ഡ് ആണല്ലോ. അപ്പം നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിനോട് ഇത് പിച്ച് ചെയ്ത് കാര്യങ്ങൾ ഇത് നിങ്ങൾ ആ രീതിയിൽ. ഇതങ്ങനെയല്ല, ഇത് ഓൾറെഡി റീറ്റെയിലർ ഇത് സെല് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇത് സ്റ്റോക്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ ക്യാരി ആൻഡ് ഫോർവേഡ് ഇവരത്. മനസ്സിലായി. പക്ഷെ അവർക്കും സ്റ്റിൽ എന്തുണ്ട്, ഈ ഒരു പേയ്മെന്റ് കളക്ട് ചെയ്യാന്നുള്ളൊരു ഡിഫിക്കൽറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ ഉണ്ട്. പക്ഷെ അന്ന് പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അന്ന് ERP ആർക്കും അറിയാത്ത ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ERP അല്ല. പലരും ഇങ്ങനെ ആരടുത്തു നിന്നൊക്കെ വാങ്ങി ആരോ ബിൽഡ് ചെയ്ത കുറച്ച് ചെയ്ത് കൊടുത്തൊരു ERP സൈൻ. അപ്പൊ നമുക്ക് ERP ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഒരു ഡിഫിക്കൽട്ട് തന്നെയാണ് അന്ന് ആ സമയത്ത്. അപ്പം പക്ഷെ എന്നാലും ആക്ച്വലി ഞങ്ങളിത് ഒരു വിഷൻ ചെയ്യുന്നത് ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്, SaaS ആയിട്ടാണ്. അപ്പൊ ഈ SaaS ഞങ്ങൾക്ക്, പക്ഷെ ഇവരുടെ അടുത്തുള്ള ERP ഒരിക്കലും SaaS അല്ല, ഡെസ്ക്ടോപ്പ് ERP. അതെ കറക്റ്റ്. അവിടെ ആ സിസ്റ്റത്തിൽ സ്റ്റാൻഡ് അലോൺ ആണ്. അപ്പം അത് ഇവരായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. കാരണം അവർക്കും അതിനുള്ള ആ സോഫ്റ്റ്വെയർക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല, ഇവർക്കും അതിനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല. പിന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ടേക്ക് ഹെൽ ലോട്ട് ഓഫ് ടൈം, ഏജസ് മേ ബി. അപ്പൊ ഞങ്ങൾ അത് ആ ഒരു ഇന്റഗ്രേഷൻ എന്നുള്ളതിന് പകരം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടിലാണ്. അപ്പം അതിൽ ഞങ്ങൾ ഫസ്റ്റ് ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് കണ്ടിരുന്നത് ഈ ഫാർമസ്യൂട്ടിക്സിലാണ്. കാരണം അവർക്ക് പിന്നെ പ്രൊഡക്ട്സ് അങ്ങനെ ഫാർമയാണല്ലോ, എന്തായാലും ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്, എന്തായാലും വാങ്ങിപ്പോവും. അവർ ഏകദേശം ഒരു C&F പോലെയാണ്. പക്ഷെ അവർക്ക് കുറച്ച് ലീഗൽ റെഗുലേഷൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യണത്.